അങ്ങനെ ഇടുക്കിയിലേക്ക് ഞങ്ങൾ തിരിക്കുകയാണ്. അതെന്താ വരാത്തെ? വരുന്നില്ലല്ലോ. ക്യാമറ തിരിച്ചു കാണിച്ചു. ഒരു നാളില്ല നാട്ടിരിക്കുന്നു. ഹായ് ഗായ്സ്, ഞങ്ങളിത് ഇടുക്കി വരെ ഒന്ന് പോവാണ്. അപ്പൊ ഇന്നലെ അമ്മയോട് ചെറിയ പിണക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അമ്മയുടെ ചോദിച്ചു, അമ്മ ഇടുക്കിയിലോട്ട് വരുന്നോ അമ്മേ? അതെന്താ വരാത്തെ? ഉറപ്പിച്ചാണോ പറഞ്ഞത്? വരുന്നില്ലല്ലോ. ആ ഓക്കെ. അങ്ങനെ ഇടുക്കിയിലേക്ക് ഞങ്ങൾ തിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തില് വരുത്തില്ലെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പൊ ക്യാമറ തിരിച്ചു കാണിച്ചു. ഒരു നാളില്ല നാട്ടിരിക്കുന്നു. വരുത്തതേ ഇല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ വരണ്ടത്. ഞാൻ പറഞ്ഞു വരണ്ടത്. നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് മലകൾ ഇങ്ങനെ മടക്കായിട്ട് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ മഞ്ഞുണ്ടെങ്കിൽ ഇത്രയും വ്യൂ കാണാൻ പറ്റത്തില്ല. മലയുടെ ഇത്രയും ഒരു ഏകദേശം ഇത്രയും ഒരു പ്രകൃതി വ്യൂ കാണാൻ പറ്റത്തില്ല. ഏകദേശം നല്ല പുക പോലെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ മഞ്ഞില്ലാത്തതുകൊണ്ടാണ് ഞാൻ രണ്ടു വട്ടം വന്നിട്ടുണ്ടെങ്കിലും മഞ്ഞില്ലാതെ കാണുന്ന ഈ വട്ടമാണ് ഇവിടെ. ഈ അമ്മയ്ക്ക് നടക്കാനൊന്നും വയ്യ. അവിടെ അടുത്ത് തന്നെ ചെറിയൊരു തീരത്തോട്ടുണ്ടായിരുന്നു. നല്ല വ്യൂ ആണ് കേട്ടോ. രാവിലെ ഞങ്ങൾ പിന്നെ അങ്ങോട്ടാണ് പോയത്. ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒരുപാട് എടുത്തു അവിടെ നിന്നിട്ട്. നല്ല രസം. ചെറിയ എസ്റ്റേറ്റാണ്, ഒരുപാട് വലുതല്ല, ചെറിയ രസം. നമ്മൾ ഇപ്പം വ്യൂ പോയിന്റിൽ പോവാം. ഡാമിൻ്റെ എന്തൊക്കെ സ്ഥലങ്ങളാണ് ഇവിടെ, വെറൈറ്റി സ്ഥലങ്ങളാണ്. തങ്കമണി, പുഷ്പൻ, പ്രകാശ്, പുഷ്പനല്ലേ, കാമാക്ഷി, പിന്നെ ഉപ്പുതോട്, തോപ്രാംകുടി. അപ്പൊ പിന്നെ പോട്ടെ നോക്കാം. ഈ ആളുകളുടെ പേര് എഴുതുന്നതിന്റെ ഉദ്ദേശം എന്താ? ആളുകൾ പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യന്മാരാണ്, ഓർക്കാൻ വേണ്ടിയാ. തങ്കമണി അവിടെ ജീവിച്ചിരിക്കട്ടെ. കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ്. കാൽവരി മൗണ്ട് നമ്മുടെ ഡാമിന്റെ വ്യൂ പോയിന്റ്. ഇടുക്കി ഡാം ഫുള്ള് കാണാൻ വേണ്ട. നമുക്ക് ഇടുക്കി ഡാം കണ്ടിട്ട് വരാം. അമ്മേലെ ഇടുക്കി ഡാമിലൊക്കെ പുറത്തുമലയില് ഇത് വെട്ടി തെളിച്ചിട്ടു അല്ലേ? പുറത്തുമല അറിയില്ല മറ്റേ ഇടുക്കി ഡാമിന്റെ. ആണോ? ഈ ഇടുക്കി ഡാം രണ്ട് മരക്കടാരാ തുറവൻ കണ്ട് തുറത്തി. ഈ കരുതടം എന്ന് പറയുന്ന ഒരാളാണ് ഇടുക്കി ഡാം പണിയാനുള്ള ഇത് പറഞ്ഞു കൊടുത്തത്. നല്ല നല്ല ചൂടുണ്ട്. നല്ല എനിക്ക് കാണുന്ന പോലെ നല്ല വെയിലാട്ടോ. നല്ല കൊട്ട വെയിലാ. ഇല്ലേ? ഞാൻ ആണെന്ന് ആണോ? ആണോ? വെയിലാണോ? വെയിലാണോ? മിണ്ടത്തില്ല. സിറ്റീസ് ഔട്ട് സൈഡ് എല്ലാ കൺട്രീസിനുള്ള ഉണ്ട്. ഞങ്ങളുടെ അമ്മ അമ്മേ നല്ല വെയിലുണ്ടോ? നടക്കാനൊന്നും വയ്യ. അമ്മ ഒന്നാമതെ അകത്തോട്ടേ പോകുന്നുള്ളൂ. വാർദ്ധക്യ പെൻഷൻ മേടിക്കുന്നേ. വാർദ്ധക്യ പെൻഷൻ മേടിക്കുന്നത് എന്തിനാ കള്ളം പറയുന്നത്?
ഓ ഇടുക്കി ഡാമിൽ ആരോ തീയിട്ടു കൊണ്ടോ പുകയുന്നുണ്ടോ? ആ കാട്ടുതീ ആണല്ലോ ഭർത്താവേ. ചെല്ലുന്ന കത്തുവാണല്ലോ. ദിസ് ഈസ് ഇടുക്കി ഡാം ഗായ്സ്. കണ്ടോ ഇടുക്കി ഡാം മൊത്തം കാണാം. ഓ ഇടുക്കി ഡാം മൊത്തം ഉണ്ട്. ഇടുക്കി ഡാമിന് ആരോ തീയിട്ടു. നോക്കിക്കേ, നല്ല പുക വരുന്നുണ്ട്. നന്നായിട്ട് പുക വരുന്നുണ്ടല്ലോ. അടിപൊളിയായിരുന്നു ഇടുക്കി ഡാമിന്റെ വ്യൂ. ഞങ്ങൾ ദാണ്ട് അവിടെ നിന്ന് ഇറങ്ങി കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അവിടെ നിന്നിട്ട്. ഇനി എവിടോട്ടാണോ എന്താ പോന്നെ ചോദിക്കാം. നമ്മളിനി എങ്ങോട്ടാ പോന്നെ? ഇടുക്കി ഡാം. നമുക്കിനി ഇടുക്കി ഡാമിൽ പോകാം. ഇടുക്കി ഡാം തിരിച്ചു കളിച്ച് ഇടുക്കി ഡാമിന്റെ ഫ്രണ്ടിൽ ഇതിന്റെ ഇടയിൽ കാണുന്നത് വേണ്ട വൈറ്റ് കാണുന്ന ഇടുക്കി ഡാം. 2 മലകൾക്കടയിൽ പറഞ്ഞതാണ്. ഏകദേശം 2000 അടി. ഇത് എണ്ണയാണ് ഗൈസ്, കുഞ്ഞിന്റെ എണ്ണയാ. ഇന്നലെ കാറിലിരുന്നാണ്. നോക്കിക്കേ, മൊത്തം ഉറഞ്ഞ് അത്രയ്ക്ക് തണുപ്പ് ആയിരുന്നു അവിടെ. ഇടുക്കി ഡാമിലേക്ക് നമ്മൾ ക്യാമറയായിട്ടൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. ഇടുക്കി ഡാമിൻ്റെ ഒരു വിഷ്വൽസും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ അവിടെ നമ്മുടെ ഇതില്ലേ കൊലുമ്പൻ ദൈവത്താൻ ഇടുക്കി ഡാമിൻ്റെ സ്ഥാനം കാണിച്ചു കൊടുത്തത്. പുള്ളിയുടെ ഒരു ചെറിയൊരു പ്രതിഷ്ഠയും ചെറിയൊരു ആരാധനാ കേന്ദ്രമുണ്ട്. അവിടെ നമ്മളൊന്ന് കയറി. അവിടെ കയറി കുറച്ച് നേരം ഇതൊക്കെ ഒന്ന് കണ്ട് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. പക്ഷേ ഇടുക്കി ഡാമിൽ ഞങ്ങൾ കയറിയ ശേഷമാണ് അവിടെ വന്ന് കയറിയത്. ഇടുക്കി ഡാമിൽ ഒരിക്കലും നമുക്ക് ക്യാമറയോ അല്ലെങ്കിൽ ആക്സസോ നമ്മുടെ ആൻഡ്രോയിഡ് വാച്ചുകൾ പോലും നമുക്ക് ഒരിക്കലും കൊണ്ടുകയറാൻ പറ്റില്ല അവിടെ. അത്ര ഞങ്ങൾ മൂന്നാർ പോയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചേട്ടൻ്റെ ഫ്രണ്ട് അവിടോട്ട് തന്നെ വന്നു. കാരണം അവിടെ നല്ല പള്ളിപ്പെരുന്നാളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ പള്ളിപ്പെരുന്നാളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ പള്ളിപ്പെരുന്നാളൊന്ന് കാണാമെന്ന് വിചാരിച്ച്. അടിപൊളിയായിരുന്നു പള്ളിപ്പെരുന്നാൾ. നാട്ടിലെ എല്ലാ ആൾക്കാരും നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല അവിടെ ഇത്രയും ആൾക്കാരുണ്ടെന്നേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലം കഴിഞ്ഞിട്ട് അടുത്ത വീട്. പക്ഷേ ഇടവകയിലെ എല്ലാ ആൾക്കാരും അതിനകത്ത് ഉൾക്കൊള്ളും. നമ്മളെക്കാളിലും ഏറ്റവും നല്ല രീതിയിൽ അവർ ആഘോഷിക്കുന്നുണ്ട് അവിടെ. എല്ലാ വാദ്യമേളങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പള്ളിപ്പെരുന്നാൾ കണ്ടപ്പോൾ പള്ളിയിലും കൂടെ കയറണമെന്നൊരാഗ്രഹം. പള്ളിയിൽ കയറി അവിടുത്തെ അപ്പമൊക്കെ കഴിച്ച്. ഞങ്ങളാണെങ്കിൽ നമ്മുടെ നാട്ടിൽ മരുതുമൂട് പള്ളിയിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. ഇവിടെയും കയറി. നല്ല പള്ളിയാണ്, നല്ല രസമുണ്ടായിരുന്നു ഉള്ളിൽ കാണാൻ. അങ്ങനെ ഞങ്ങൾ മൂന്നാർ എത്തി കേട്ടോ. മൂന്നാർ എത്തി ഗൈസ്. മൂന്നാർ റിസോർട്ടുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല, നല്ല വെയിലായിരുന്നു മൂന്നാർ കേട്ടോ. തണുപ്പില്ല. മൂന്നാർ നല്ല തണുപ്പാന്ന് പറഞ്ഞ് വന്നതാ. ഒടുക്കത്തെ വെയിൽ ഉള്ളുവാണ് കേട്ടോ. മൂന്നാർ ആരും വരല്ലേ. മൂന്നാർ ആരും വരല്ലേ. അഡ്വൈസാണ്. വെയിൽ കാരണം തൊപ്പി വെച്ചേക്കുക. തണുപ്പല്ല. എത്ര നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുളി സാധനം കേട്ടത് പുള്ളിനെ സൂപ്പർ ടേസ്റ്റ്. നമ്മുടെ വീട്ടിൽ പുളിയല്ലേ നല്ല ടേസ്റ്റല്ലേ. അതാ ആ ഒരു സമയത്ത് പറിച്ചിട്ട് ഇതാക്കുന്നത്. അങ്ങോട്ടേ ടേസ്റ്റ്. ഞങ്ങൾ മുകളിലേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. കുറ്റം പറയാൻ പറ്റത്തില്ല. മൂന്നാർ ടൗൺ എത്തിയാണ്. ടൗണിൽ അത്യാവശ്യം തണുപ്പുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല കാറ്റുണ്ട്. അതൊന്നും ഞാൻ നേരത്തെ പോകുന്ന വഴിയാണ്. അത് മൂന്നാർ ടൗൺ കേട്ടോ. ഇത് കാണുന്നത് മൂന്നാർ മാട്ടുപ്പെട്ടി പോകുന്ന വഴിക്ക് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ കേട്ടോ. ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്ലവേഴ്സ് നമ്മൾ വീട്ടിൽ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഇത്രയും പൂക്കൾ. അതെന്ന് വെച്ചാൽ നമ്മൾ കണ്ട് ഇരുന്ന് പോകും. ഇത്രയും പൂക്കൾ ഒരുപാട് വെറൈറ്റീസാണ് അവിടെ നമുക്ക് വാങ്ങാനും പറ്റും കേട്ടോ. പൂക്കൾ കാര്യങ്ങളായിട്ട് നമുക്ക് തൈകൾ കാര്യങ്ങളെല്ലാം അവിടെ. മാട്ടുപ്പെട്ടി ഡാമാണ്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്താണ് കേട്ടോ. അവിടെ വെറൈറ്റി കുറേ ഫുഡിൻ്റെ സ്ട്രീറ്റ് ഫുഡിൻ്റെ സ്പോട്ടുകളുണ്ട്. ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ഒരുപാടുണ്ട്. ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. പക്ഷെ ഡാമിൽ ബോട്ടിങ്ങിനോ കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. നമ്മുടെ അടുത്ത് നിന്ന് കുറച്ച് ദൂരമുള്ള എക്കോ പോയിൻ്റാണ്. എക്കോ പോയിന്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അതേ സൗണ്ട് ആ മലയ്ക്കകത്ത് നിന്ന് തിരിച്ച് കേൾക്കും കേട്ടോ. നല്ല രസമാണ്. ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ പേര് അവിടെ പോകുന്നുണ്ട്. സൗണ്ട് തിരിച്ച് കേൾക്കുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെയും ബോട്ടിങ് നിന്ന് പോയായിരുന്നു. നമുക്ക് 5 മണിക്ക് ശേഷം 4-5 മണിക്ക് ശേഷം ഒരു ബോട്ടിങ് അവിടെ വെക്കില്ല. കേട്ട് അകത്ത് നാരെ വിളി കേട്ടിട്ടുണ്ട്. ഏതാവൻ അകത്തുനിന്ന് കേട്ടവൻ. എല്ലാരും വിളിക്കുന്നത് കൺഫ്യൂഷൻ. ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി മൂന്നാർ ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ് വീട്ടിലേക്ക്.
2 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ വരണം. അങ്ങനെ മൂന്നാറിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ഏകദേശം ഒരു 3:30 വെളുപ്പാങ്കാലം 3:30 ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് എൻ്റെ നാട്ടിലെത്തിയത്.